ലോഡ് ഷെഡിംഗ് വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിൽ പോലും ഉണ്ടാകുന്നത് വിഷമകരമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ലോകകപ്പ് ഫുട്ബോൾ ആരാധകരുടെ പ്രയാസം മനസ്സിലാക്കുന്നുണ്ടെന്നും ഉഷ്ണതരംഗമാണ് പ്രധാന പ്രശ്നമെന്നും മന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിൽ പോലും ഉണ്ടാകുന്നത് വിഷമകരമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെയും പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെയും പ്രയാസം മനസ്സിലാക്കുന്നു. വാങ്ങിയ വൈദ്യുതി മടക്കി നൽകേണ്ടതുണ്ടെന്നത് പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപകമല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടാകുന്നത് വിഷമകരമാണ്. അതിൽ ജനങ്ങളുടെ പ്രയാസം, പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരുടെ പ്രയാസമൊക്കെ നന്നായിട്ട് ഞാനും മനസ്സിലാക്കുന്നു. അത് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് പസഫിക് സമുദ്രത്തിലുണ്ടായ എൽനിനോ പ്രതിഭാസം. അതുകൊണ്ട് രാജ്യത്തൊട്ടാകെ ഉഷ്ണതരംഗം വർദ്ധിച്ചു. അതിൻ്റെ ഫലമായിട്ട് വൈദ്യുതിയുടെ ഉപയോഗം ഇന്ത്യ രാജ്യത്തൊട്ടാകെ കൂടി. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ കൂടുതൽ ഷോർട്ടേജ് വന്നപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കടം വാങ്ങിയിരുന്നു. അത് ജൂൺ 15 കേരളത്തിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺ 15 ശേഷമാണ് നമ്മൾ അത്തരം പച്ചക്കടം വാങ്ങിയത് മടക്കി കൊടുക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് മടക്കി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്ന പ്രതിസന്ധിയല്ലെന്നും സർക്കാരിന്റെ വീഴ്ചയല്ലെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളം മഴ കുറവാണെന്നും കേരളത്തിലും അതേ സാഹചര്യമാണെന്നും ജലസംഭരണികളിലെ വെള്ളത്തിന്റെ കുറവും വൈദ്യുതി ലഭ്യതയിലെ കുറവും നിലവിലെ സാഹചര്യത്തെ ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളെ ജലസംഭരണിയിലേക്കുള്ള മഴ കുറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസം പകുതിയിൽ നമ്മളുടെ ജലസേചന പദ്ധതികളുടെ ജലസംഭരണിയിൽ 47%, സംഭരണശേഷിയുടെ 47% ജലം വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 21 കുറഞ്ഞു. ഈ രണ്ട് പ്രയാസങ്ങളാണ്. ഒന്ന്, രാജ്യത്തൊട്ടാകെ ഉണ്ടായ ഊർജ പ്രതിസന്ധി, കേരളം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് മടക്കി കൊടുക്കൽ, നമ്മുടെ ജലസംഭരണിയിലെ വെള്ളം കുറഞ്ഞത്, ചൂട് കൂടുമ്പോഴുള്ള ഉപയോഗം കൂടുന്നത്. അതുകൊണ്ടാണ് ചെറിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്.